ഇന്ന് ഞാൻ പറയുന്നത് രോഗസന്ദർശനത്തിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മളിൽ എത്ര പേരാണ് രോഗികളെ കാണാൻ പോകുന്നത്? എന്നാൽ നമ്മൾ അവഗണിക്കുന്ന ഈ കാര്യത്തിന് അല്ലാഹു എത്രമാത്രം പ്രതിഫലം നൽകിയിട്ടുണ്ടെന്നറിയാമോ? മലക്കുകൾ അവനുവേണ്ടി പ്രാർത്ഥിക്കുന്ന 5 സന്ദർഭങ്ങളിൽ ഒന്നാണ് രോഗികളെ സന്ദർശിക്കുക എന്നത്. നമ്മളിൽ പലരും ആരെങ്കിലും മരിച്ചാൽ അവരെ ഓടിച്ചെന്ന് കാണാൻ ധൃതി കൂട്ടുന്നവരാണ്. എന്നാൽ അങ്ങനെ പോയാൽ വലിയ പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല. അല്ലെങ്കിൽ മയ്യിത്തിനെ കുളിപ്പിക്കുകയോ അതിനെ അനുഗമിക്കുകയോ ചെയ്യുമ്പോഴാണ് അല്ലാഹു അതിനുള്ള പ്രതിഫലം തരുന്നത്. എന്നാൽ വെറുതെ പോയി കണ്ടാൽ മാത്രം പ്രതിഫലം കിട്ടുന്ന ഒന്നാണ് രോഗികളെ സന്ദർശിക്കുക എന്നത്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയൽവാസികൾക്കോ രോഗം വരുമ്പോൾ അവരെ സന്ദർശിക്കുന്നതിനും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനുമാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. അവർക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആശ്വാസവാക്ക് പറയുക. എന്നാൽ സർവ്വശക്തനായ അല്ലാഹുവിൻ്റെ മലക്കുകൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. അതിനാൽ രോഗസന്ദർശനത്തിൻ്റെ മഹത്വം നാം മനസ്സിലാക്കാതെ പോകരുത്. അതുപോലെ തന്നെ നമുക്ക് സ്വയം ഒരു രോഗം വന്നാൽ അതിൽ ക്ഷമിച്ചാൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു തറച്ചാൽ പോലും അതിന് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്, ആ വേദന നമ്മൾ ക്ഷമിച്ചാൽ മാത്രം. അപ്പോൾ രോഗസന്ദർശനത്തിൻ്റെ ഈ മഹത്വം നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.